രുദ്രൻ വാര്യത്തിന്റെ കവിതാ സമാഹാരം ഇണയുമൊത്തൊരു നാൾ പുസ്തക പ്രകാശനം ഡിസംബർ 16-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവി രുദ്രൻ വാര്യത്തിന്റെ 5ാമത് കവിതാ സമാഹാരമായ ഇണയുമൊത്തൊരുനാൾ എന്ന പുസ്തക സമാഹാരം 2024 ഡിസംബർ 16-ന് തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് ഗുരുവായൂരിലുള്ള ഫൽക്ക റൂറൽ കോഓപ്പറേറ്റീവ് ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രമേശ് ചെന്നിത്തല മാതൃഭൂമി മുൻ എഡിറ്റർ MP സുരേന്ദ്രന് പുസ്തകം നൽകിക്കൊണ്ടായിരിക്കും പ്രകാശനം നിർവഹിക്കുക. ഡോക്ടർ രോഹിത് ചെന്നിത്തല വിശിഷ്ടാതിഥിയായി എത്തുന്ന ചടങ്ങിൽ സേതുമാധവൻ പുസ്തക പരിചയം നടത്തും. ഓർമ്മച്ചപ്പ്, നിലാവ്, 4-ാം യാമം എന്നിവയാണ് രുദ്രൻ വാര്യത്തിന്റെ പ്രകാശിതമായ കവിതാ സമാഹാരങ്ങൾ. PT അജയ് മോഹൻ, സലാഹുദ്ദീൻ RC, CA ഗോപപ്രതാപൻ, കല്ലൂർ ബാബു, സിനി ആർട്ടിസ്റ്റുകളായ ബഷീർ സിൽസില, റഹ്മാൻ പോക്കർ, വിക്രം നമ്പൂതിരിപ്പാട്, AD അലി, അബ്ദുൽ ലത്തീഫ് മാർജേരി, ചന്ദ്രപ്രകാശ് ഇടയന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. രുദ്രൻ വാര്യത്തിന്റെ 5ാമത്തെ കവിതാ സമാഹാരമാണ് ഈ 16-ാം തീയതി ഡിസംബർ 16-ാം തീയതി ഗുരുവായൂർ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. കേരളത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല സാറാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. ഏറ്റുവാങ്ങുന്നത് മാതൃഭൂമി ചീഫ് എഡിറ്റർ MP സുരേന്ദ്രനെ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിക്കുന്നത്. രുദ്രന്റെ 5ാമത്തെ പുസ്തകം കഴിഞ്ഞ 4-ാം യാമം സിനിമാ താരമായിരുന്ന ശ്രീരാമനാണ് പ്രകാശനം ചെയ്തത്. രുദ്രന്റെ കവിതകൾ ഏകദേശം 1500ഓളം കവിതകൾ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ 700ഓളം കവിതകൾ കാണാം. കവിത എന്ന് പറയുമ്പോൾ മുൻകാലത്താണെങ്കിലും ശരി, ഇപ്പോഴാണെങ്കിലും ശരി, എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിന്ത പ്രണയമോ നിരാശയോ കാറ്റ്, പൂവ്, ഇത്തരം സംഭവങ്ങളായിരിക്കും കവിത എന്ന് തോന്നിപ്പോകും. പക്ഷെ രുദ്രന്റെ കവിത എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണോ നമ്മൾ കണ്ടത് നാളെ ഒരുപക്ഷെ കാണാൻ സാധ്യമാക്കുന്നത് ആ ഒരു ഭാവന, ഇന്നലെ നടന്ന സംഭവങ്ങൾ. അപ്പൊ അദ്ദേഹം ഒരു ഒറ്റയാൾ സമരമാണ് ശരിക്കും കവിതയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ല തൃശ്ശൂർ ജില്ലയിലെ ഈ കലോത്സവ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വാത കവിത ഏറെ ശ്രദ്ധ നൽകുകയാണ്. സമൂഹത്തിൽ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക, സമഹാരിക വിഷയത്തിൽ പ്രതികരിക്കുക എന്ന അദ്ദേഹത്തിന്റെ കവിത ഏറെ നമുക്ക് അഭിമാനം, പൊന്നാനിക്കാർക്ക് ഏറെ അഭിമാനം കവി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രകാശന കർമ്മത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഒരുപാട് സുഹൃത്തുക്കളെ അതൊക്കെ ഇതൊരു ഈ പത്രസമ്മേളനം ഒരു ക്ഷണമായി സ്വീകരിച്ച് ഗുരുവായൂരിൽ അടുത്ത 16-ാം തീയതി രാവിലെ എത്തണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി പത്രസമ്മേളനം. ഇത് സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ റഹ്മാൻ പോക്കർ, സലാഹുദ്ദീൻ RC, ചെന്നാസ് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട്, MT അലി, KV രുദ്രൻ വാര്യത്ത് എന്നിവർ സംബന്ധിച്ചു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മാൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.